ഇവിടെ ഇന്ന് കുറച്ച് അതിഥികളുണ്ട് സാർ എന്താ സാർ ഇവിടെ ഇതിൻ്റെ പഴമ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല. നമസ്കാരം. കാസർഗോഡ് ജില്ലയുടെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് കാസർഗോഡ് തളങ്കര ഹാർബർ പ്രദേശം. ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം പഴയ ഹാർബർ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി ഒരുപാട് പേർ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ ഇന്ന് കുറച്ച് അതിഥികളുണ്ട് സാർ എന്താ സാർ ഇവിടെ ഇതിൻ്റെ പഴമ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല. ഇവിടെ ഞങ്ങൾ കുറച്ച് കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. കാസർഗോഡ് തളങ്കര ഹാർബറിൻ്റെ 61 ഹാർബറിലേക്ക് ഓടിച്ച് വന്നതാണ്. ഞങ്ങളെ കണ്ട് പേടിച്ച് വന്നതാണ്. ഏത് നാട്ടുകാരനാണ് സാർ? പൗവൽ സ്വദേശി. പേര് ഷാൻഫർ. ഷാൻഫറിനെ ഞാൻ മുമ്പും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ സ്ഥിരം പുള്ളിയാണ്? സ്ഥിരമല്ല, ഇടയ്ക്ക്. എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ? അത്യാവശ്യം 10 കിലോ ഉണ്ട്. ഒരുപാട് ചേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, കുറച്ച് ദൂരം. അവൻ അടുത്തുനിന്ന് ഞങ്ങൾ വാഹന പരിശോധന നടത്തുമ്പോൾ ഞാനല്ല, മധു എസ് ഐ ആണ് ഇതിൻ്റെ കണ്ടെത്തിയത്. അദ്ദേഹം വാഹന പരിശോധന നടത്തുമ്പോൾ നേരത്തെ ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പരിചയം അങ്ങനെയാണോ? അല്ല, അവൻ കൈകാണിച്ച് നിർത്താത്ത രീതിയിൽ വന്നു. അവൻ്റെ ഡ്രൈവിംഗ് അത്ര അസ്വാഭാവികത കൊണ്ട് അവർ ചേസ് ചെയ്തു. ഇവിടത്തേക്ക് ഓടിച്ചു വന്നത്. ഇവിടെ പിന്നെ അപ്പുറത്ത് പോകാൻ വഴി. ഒരുപാട് പേര് ഇങ്ങനെ കൂടിയൊക്കെ നിൽക്കുമ്പോൾ വിചാരിച്ചു ഇവിടുത്തെ വൈകുന്നേരത്തെ വൈബ് എടുക്കാൻ വേണ്ടി വന്നു. അല്ല. അപ്പോൾ എന്തായാലും കാസർഗോഡ് തളങ്കരയിൽ ഒരു കഞ്ചാവ് വേട്ട നടന്നിരിക്കുകയാണ്. സാർ കുറേ ചേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മളിവിടുന്ന് വെഹിക്കിൾ ചെക്കിങ്ങിന് പിടിച്ചാൽ അത്യാവശ്യമുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒരു 10 കിലോ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ച തളങ്കര ഹാർബറിൽ ഒരുപാട് സഞ്ചാരികൾ എത്തിയെന്നാണ്. അതിനെ നിയന്ത്രിക്കാൻ പോലീസ് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞത് മാത്രം. കാരണം കാസർഗോഡ് ഏറ്റവും നല്ല പ്രകൃതി സുന്ദരമായ പ്രദേശമാണ്. അവിടുത്തെ ആളുകളെ ലക്ഷ്യമിട്ടോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ലക്ഷ്യമിട്ടോ സ്വദേശിയായ ആ യുവാവ് കഞ്ചാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും 10 കിലോളം കഞ്ചാവുണ്ട്. ഈ ഒരു പ്രദേശത്തെത്തുന്ന ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ടാണ് ഈ ഒരു കഞ്ചാവ് എത്തി എന്ന് തോന്നും. ഇവിടെ നിന്ന് ചില്ലറയായി മറ്റു ഭാഗത്തേക്ക്, ഇവിടെ കാസർഗോഡുള്ള മറ്റു ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സൂചന. ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നുണ്ട്. അവരെയും കൂടി സംശയത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് ജനങ്ങൾ നോക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ഒരു ലഹരി മാഫിയ അവിടെ ഉണ്ടാക്കി വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തന്നെയാണ് വരുന്നത്. അത്രയും മനോഹരമാണ്. ആ സൺസെറ്റൊക്കെ ഒന്ന് കാണിച്ച്, ആ സൺസെറ്റൊക്കെ എന്താ ഭംഗി നോക്കി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാവുന്ന ആ സൺസെറ്റ് കണ്ടോ? വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ആഹാ, എത്ര സൗന്ദര്യമുള്ള ഒരു പ്രദേശത്താണ് ഇത്തരം കഞ്ചാവ് മാഫിയകൾ വന്ന് തമ്പടിച്ച് ഇതിൻ്റെ സൗന്ദര്യം അപ്പാടെ കെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അതെന്തായാലും അനുവദിക്കാൻ സാധിക്കുകയില്ല. എന്തായാലും കൃത്യമായി തന്നെ കക്ഷി പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ്. നേരത്തെയും സമാന കേസിൽ പിടിയിലായ വ്യക്തിയാണെന്നാണ് കാസർഗോഡ് IP അജിത് കുമാർ പറയുന്നത്. നേരത്തെ ഇദ്ദേഹം ഒരു പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാണ്. സൗന്ദര്യം കൊള്ളാൻ പറയാൻ കുഴപ്പമൊന്നുമില്ല, സൗന്ദര്യമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ വികസനമാവണം. അവിടെ കാട് കയറി കിടക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് കഞ്ചാവുകാർക്ക് വലിയൊരു ഹരമാണ് ഈ കാടൊക്കെ.
ഇപ്പോൾ കണ്ടില്ല 10 കിലോ പിടിച്ചു. എന്തോ നമ്മൾ പറയാൻ കഴിയില്ലല്ലോ. 10 കിലോ പിടിച്ചു. മേടിച്ചത് അതുകൊണ്ട് അത് ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ വരുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇത് ഭീഷണിയല്ല. അത് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവർക്കും ഭീഷണി തന്നെയാണ്. ഇവർ നമ്മളിതുപോലെ വരാൻ കഴിയില്ല. നമുക്കിത് വരാൻ നമ്മളെയും സാധാരണക്കാർക്ക് വരാൻ പറ്റില്ല. നമ്മളെയും പിടിച്ചോണ്ട് പോകും. അതേ ഉള്ളൂ. പിന്നെ എന്താ പറയാൻ, ഈ കാടൊക്കെ വെട്ടി തെളിച്ച് വൃത്തിയാക്കിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക. അതെ അതെ അതെ. അവർ കഞ്ചാവ് വാർത്തയോടൊപ്പം ഒരു ടൂറിസം വാർത്ത കൂടി ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു ഈ നാടൊക്കെ? നാടൊന്നും നല്ല തന്നെ, നല്ല പാർക്കിങ്ങും ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതന്നെ ഈ കാടും ഇതെല്ലാം പോയി കഴിഞ്ഞാൽ നല്ലൊരു സൗന്ദര്യ നാട് തന്നെ. പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഞ്ചാവ് എവിടെ പോയി വലിക്കും? അത് നമ്മളിപ്പോൾ പറയാൻ പറ്റില്ല. ഓരോ വ്യക്തികളെ കാര്യം നമുക്കിപ്പോൾ അടുത്തൊന്നും പറയാൻ പറ്റില്ല. കഞ്ചാവൊക്കെ കൊണ്ടുവന്നിട്ട് 2 ജീപ്പ് പോകുന്നുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ കഞ്ചാവുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെയൊക്കെ ഇത്തരം ആളുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളും കടന്നു വരുമ്പോൾ ആൾക്കാർ അതെ നമുക്ക് ഭയമുണ്ട്. വരുമ്പോൾ ഒരു സമയം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഭയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ അറിയാതെ പോലീസുകാരെ എന്താ സംശയധീനം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിട്ടാനില്ല. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നതാണ് എനിക്കറിയാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സൗന്ദര്യം ഇല്ലത്. പിന്നെ നമ്മളെ കടവിൻ്റെ വെള്ളക്കലിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ നാടും നല്ല സൂര്യാസ്തമയത്തിൻ്റെ ഒരു ഇതും കടലിൻ്റെ താഴെ ബ്യൂട്ടിഫുൾ ആയിട്ട് സൺസെറ്റ് കാണുന്ന ഒരു സ്ഥലം ഈ ചുറ്റുവട്ടത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നല്ലത്. ആ ചുവന്ന് നിൽക്കുന്ന സൂര്യനെ പിന്നെ എപ്പം കാണാം, രാവിലെയും കാണാം, നമുക്ക് വൈകിട്ടും കാണാം. ഉദയ സൂര്യനെയും കാണാം, അസ്തമ സൂര്യൻ പാലത്തിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ടെല്ലാം കാണാം. പിന്നെ പഴക്കം ചെന്ന ആ പുഴയിലേക്ക് നീളുന്ന ഇത്രയും നല്ല സൗന്ദര്യമുള്ള സ്ഥലത്താണ് ഇത്തരം ആളുകൾ നശിപ്പിക്കാൻ നോക്കുന്നത്. എന്തായാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് തളങ്കരക്കാർ ശ്രദ്ധിക്കുക. ഇത്തരം ആളുകളെ നിങ്ങളുടെ സൗന്ദര്യമായ, നിങ്ങളുടെ അഭിമാനമായ ഈ ഹാർബർ പ്രദേശത്ത് നിന്ന് മാറ്റി നിർത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്യമാണ്. ഇത് നാളെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തേണ്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും ഈ പ്രദേശത്തെ രക്ഷിക്കേണ്ട ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്. നന്ദി, നമസ്കാരം.